മറ്റു വാർത്തകളിലേക്കാണ്. വിദേശത്ത് നിന്നും ധനസഹായം സ്വീകരിക്കുന്ന FCRA ബില്ലിൽ ഭേദഗതി വേണമെന്ന ആവശ്യം ശക്തിപ്പെടുന്നു. മധ്യ കേരള ക്രിസ്തീയ സഭകൾ പ്രതിഷേധം ശക്തമാക്കിയതോടെ BJPയും വെട്ടിലായിരിക്കുകയാണ്. വിവരങ്ങളുമായി D ബിനോയ് ചേരുന്നുണ്ട്. ബിനോയ്, ഈ ബില്ലിനെ സംബന്ധിച്ച് ഈ ആവശ്യം അല്ലെങ്കിൽ ഭേദഗതി വേണമെന്നൊരു ആവശ്യം ശക്തിപ്പെടുന്ന സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പൊക്കെ അടുത്തിരിക്കുകയാണ്. ആ ഒരു സാഹചര്യത്തിൽ BJP എങ്ങനെയാണ് ഈ ഒരു ഇതിനെ നേരിടാൻ ഒരുങ്ങുന്നത്? FCRA ബില്ലിലെ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്ന വലിയ തരത്തിലുള്ള പ്രതിഷേധമാണ് ഇപ്പോൾ കേരളത്തിൽ കാണാൻ കഴിയുന്നത്. ക്രിസ്തീയ സഭകൾ ഒന്നടങ്കം തന്നെ ഈ ബില്ലിലെ ഭേദഗതിക്കെതിരെ വലിയ തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ ദിവസം കേന്ദ്ര ന്യൂനപക്ഷകാര്യ മന്ത്രി കിരൺ റിജിജു ഇതുമായി ബന്ധപ്പെട്ട ചില പ്രസ്താവനകൾ നടത്തിയെങ്കിൽ തന്നെയും അതൊന്നും അംഗീകരിക്കാൻ ക്രിസ്തീയ സഭകൾ തയ്യാറായിട്ടില്ല. കാരണം കിരൺ റിജിജു പറഞ്ഞു വരുന്നത് കേരളത്തിലേക്ക് വരുന്ന മാത്രമല്ല ഇന്ത്യയിലേക്ക് വരുന്ന ഫണ്ടിൽ അല്ലെങ്കിൽ വിദേശ ധനസഹായത്തിലധികവും മറ്റു ഛിദ്രശക്തികൾ ഉപയോഗപ്പെടുത്തുന്നു. അതുകൊണ്ട് ഇതിനെക്കുറിച്ച് ഒരു വ്യക്തത ലഭിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ചില ഭേദഗതികൾ കൂട്ടിച്ചേർത്തത് എന്നാണ് ഇപ്പോൾ കിരൺ റിജിജു പറഞ്ഞു വെക്കുന്നത്. പക്ഷേ ഇതൊന്നും തന്നെ അംഗീകരിക്കാൻ CBCI പോലുള്ള സംഘടനകളൊന്നും തന്നെ തയ്യാറായിട്ടില്ല. മാത്രവുമല്ല, അതായത് 1976 ഈ FCRA ബില്ല് തന്നെ നിയമമായി വരുന്നത്. അതായത് വിദേശത്ത് നിന്നും ധനസഹായം സ്വീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളിൽ ഒരു സുതാര്യത വരുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് 1976 ഇങ്ങനെ ഒരു ബില്ലിന് അല്ലെങ്കിൽ ഇങ്ങനൊരു ബില്ല് പ്രാബല്യത്തിൽ വരുന്നത്. പക്ഷേ അതിന് തൊട്ടു പിന്നാലെ ഈ BJP സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം പല ആവർത്തിയായിട്ട് ഈ ബില്ലുകളിൽ ചില ഭേദഗതി കൊണ്ടുവന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യവും ഏറ്റവും കൂടുതൽ ക്രിസ്തീയ സംഘടനകൾ എടുത്തു പറയുന്ന കാര്യവും. പ്രത്യേകിച്ചും കഴിഞ്ഞ പ്രാവശ്യം അല്ലെങ്കിൽ ആദ്യമുണ്ടായ സംഭവം ഈ ധനസഹായം എത്തേണ്ട ബാങ്ക് അക്കൗണ്ടുകളിൽ നിയന്ത്രണം ഉണ്ടാക്കി എന്നുള്ളതാണ്. നേരത്തെ ഒട്ടുമിക്ക ബാങ്കുകളിലൂടെയും ധനസഹായം അല്ലെങ്കിൽ ഇന്ത്യയിലേക്ക് എത്തുമായിരുന്നു. എന്നാൽ ഈ BJP സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം SBI ബാങ്കിലൂടെ മാത്രമാക്കി അല്ലെങ്കിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിലൂടെ മാത്രമാക്കി ഈ ധനസഹായത്തിൻ്റെ വരുന്നതിനുള്ള അല്ലെങ്കിൽ ഈ സ്രോതസ്സുകൾ അല്ലെങ്കിൽ ധനസഹായം ഇന്ത്യയിലേക്ക് അയക്കാനുള്ള ഒരു മാർഗമാക്കി മറ്റ് ബാങ്കുകളെ ഒഴിവാക്കി. ഇത് വലിയ തരത്തിൽ അന്ന് ചർച്ചയായി മാറുകയും പക്ഷേ ഒരു സുതാര്യതയുടെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ ഒരു ബാങ്ക് വഴി വിദേശ ധനസഹായം സ്വീകരിക്കുന്നതിന് വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ സ്വീകരിച്ചിരിക്കുന്നതെന്ന് അന്ന് കേന്ദ്ര സർക്കാർ പറയുകയും ചെയ്തു. അന്ന് ഈ പ്രശ്നങ്ങൾ തീർന്നു എങ്കിൽ തന്നെയും വീണ്ടും ഈ FCRA ബില്ലുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ലൈസൻസ് പുതുക്കുന്ന കാര്യത്തിൽ ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്ന പുതിയ ചില ഭേദഗതികളും നിയമങ്ങളുമാണ് വലിയ തരത്തിൽ ക്രിസ്തീയ സഭകളെ ചൊടിപ്പിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ചും ഈ കഴിഞ്ഞ ഒരു വർഷത്തിനിടയ്ക്ക് ചില സംഭവങ്ങളിൽ വലിയ തരത്തിൽ പ്രതിഷേധം ഉണ്ടാക്കിയതിൻ്റെ പേരിൽ ഒരു ക്രിസ്തീയ സഭയുടെ FCRA ലൈസൻസ് പോലും റദ്ദ് ചെയ്തിട്ടുണ്ട്. അത് പുതുക്കി നൽകിയിട്ടില്ല. അങ്ങനെ കുറേ പരാതികൾ നിലനിൽക്കുന്നതിനിടയിലാണ് ഇപ്പോൾ വീണ്ടും ചില കാര്യങ്ങൾ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പുതിയ ഭേദഗതി വന്നിരിക്കുന്നത്. ഈ ഭേദഗതി വന്നു കഴിയുമ്പോഴേക്കും ക്രിസ്തീയ സഭകളിലേക്ക് വരുന്ന അല്ലെങ്കിൽ ലൈസൻസ് ഇല്ലാതെ ധനസഹായം സ്വീകരിച്ചു എന്ന് ഏതെങ്കിലും കാരണവശാൽ കണ്ടെത്തുകയോ അല്ലെങ്കിൽ കൃത്യമായ കണക്കുകൾ സംഘടനകൾ നൽകാതിരിക്കുകയോ അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ ആ സഭകളുടെ ആ ധനസഹായം സ്വീകരിച്ചിരിക്കുന്ന സ്ഥാപനത്തെ ഏറ്റെടുക്കാൻ, അത് ആരാധനാലയമായാലും ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന മറ്റ് ആതുരാലയങ്ങളായാലും ഇവയൊക്കെ തന്നെ ഏറ്റെടുക്കാനും ഭാവിയിൽ ഇതിൻ്റെ പിഴപ്പലിശ അല്ലെങ്കിൽ പിഴത്തുക കണ്ടെത്തുന്നതിന് വേണ്ടി ഇത് വിൽക്കുന്നതിനുമൊക്കെയുള്ള ലേലം ചെയ്ത് വിൽക്കുന്നതിനുമൊക്കെയുള്ള അധികാരം കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പുതിയ ഭേദഗതിയാണ് ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത്. പക്ഷേ ഈ ഭേദഗതിയെ അംഗീകരിക്കാനാവില്ല എന്ന നിലപാട് തന്നെയാണ് ക്രിസ്തീയ സഭകൾ ഒന്നടങ്കം എടുത്തിരിക്കുന്നത്. ഇതിനെ ഒരു രാഷ്ട്രീയ ആയുധമാക്കി മാറ്റുന്നതിന് വേണ്ടി രാഷ്ട്രീയ പാർട്ടികൾ മുന്നോട്ടിറങ്ങിയെങ്കിൽ തന്നെയും ക്രിസ്തീയ സഭയുടെ നേതാക്കന്മാർ പറയുന്നത് ഇത്തരത്തിൽ ഇതിനൊരു രാഷ്ട്രീയ ചർച്ചയല്ല ഇവിടെ അനിവാര്യം. പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാരുമായി ചർച്ചയ്ക്ക് തയ്യാറാണ് എന്നുള്ളതാണ്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസം രാത്രി PS ശ്രീധരൻപിള്ള തൃശ്ശൂരിലെത്തി അതിരൂപത അധ്യക്ഷന്മാരെ കണ്ട് ചർച്ച നടത്തിയിട്ടുണ്ട്. മാത്രവുമല്ല, നേമത്തെ സ്ഥാനാർത്ഥിയായ കേരളത്തിലെ BJP അധ്യക്ഷൻ കൂടിയായ രാജീവ് ചന്ദ്രശേഖർ ഉൾപ്പെടെയുള്ളവർ വിവിധ ക്രിസ്തീയ സഭ അധ്യക്ഷന്മാരുമായിട്ടൊക്കെ ചർച്ച നടത്തുന്നുണ്ടെങ്കിൽ തന്നെയും ഈ ഭേദഗതിയിൽ മാറ്റം വരുത്താതെ, അതായത് ഇപ്പോൾ പുതുതായി ഉൾപ്പെടുത്തിയിരിക്കുന്ന നിയമത്തിൽ മാറ്റം വരുത്താതെ മറ്റ് ചർച്ചകളിലേക്ക് പോകണ്ട എന്ന കടുത്ത നിലപാടിൽ തന്നെയാണ് ക്രിസ്തീയ സഭകൾ. അതുകൊണ്ട് തന്നെ ഇത് വലിയ തരത്തിൽ ചർച്ചയായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം അത് കേരളത്തിലെ തെരഞ്ഞെടുപ്പിനെ ബാധിക്കും എന്നുള്ളത് BJPക്ക് നല്ലവണ്ണം അറിയാം. പ്രത്യേകിച്ചും മധ്യ കേരളത്തിൽ, അതായത് കോട്ടയവും ഇടുക്കിയും ആലപ്പുഴയും പത്തനംതിട്ടയും ഉൾപ്പെടുന്ന പ്രദേശങ്ങളിൽ ക്രിസ്തീയ
സഭകളുണ്ട്. അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സഭകളുടെ അധീനതയിൽ പ്രവർത്തിക്കുന്ന ആതുരാലയങ്ങളുണ്ട്, അനാഥാലയങ്ങളുണ്ട്, സ്കൂളുകളുണ്ട്, അങ്ങനെ തുടങ്ങുന്ന കോളേജുകളുണ്ട്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നിരവധിയുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഉള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ നഷ്ടപ്പെടുമോ എന്നുള്ളൊരു ഭീതി ഇപ്പോൾ ക്രിസ്തീയ സഭയുടെ നേതാക്കന്മാർക്കുണ്ട്, അല്ലെങ്കിൽ അതിലെ അധ്യക്ഷന്മാർക്കുണ്ട്. ഇത്തരത്തിലുള്ള അവരുടെ ഈ ഭീതി അകറ്റിയാൽ മാത്രം BJPക്ക് മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ. പക്ഷേ അതിന് ചില തന്ത്രങ്ങളൊക്കെ BJP പ്രയോഗിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നലെ ന്യൂനപക്ഷ ക്ഷേമകാര്യ മന്ത്രി കിരൺ റിജിജു ഈ സഭാ അധ്യക്ഷന്മാരുമായിട്ടും നേതാക്കന്മാരുമായിട്ടൊക്കെ ചർച്ചയ്ക്ക് തയ്യാറാണ് എന്ന് പറഞ്ഞതും ഈ ഭേദഗതിയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ വെളിപ്പെടുത്താൻ അദ്ദേഹം തയ്യാറായതും. പക്ഷേ ഇത് എത്ര കണ്ട് വിജയപ്രദമാകും എന്നുള്ളത് പറയാനാവില്ല. കാരണം നേരിട്ട് ഇടപെട്ട് പ്രധാനമന്ത്രിയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഏതെങ്കിലും ആഭ്യന്തരമന്ത്രിയോ ഒക്കെ ഇടപെട്ട് സംസാരിച്ചാൽ മാത്രമേ ഈ വിഷയത്തിൽ ഒരു ധാരണയിലേക്ക് എത്തിച്ചേരാനുള്ള സാധ്യതയുള്ളൂ. പ്രത്യേകിച്ചും ഇങ്ങനെ ഒരു ഏതെങ്കിലും കാരണവശാൽ ഫണ്ട് സ്വീകരിക്കുന്നതിൽ കണക്കുകളിലെ പിശകോ അല്ലെങ്കിൽ രേഖകൾ നൽകുന്നതിൽ ഏതെങ്കിലും താമസമോ ഉണ്ടായിക്കഴിഞ്ഞാൽ കേസെടുക്കുന്നത് CBI ആണ്. ആ കേസ് വലിയ തരത്തിൽ സഭയ്ക്ക് തന്നെ ദോഷം ചെയ്യുന്ന തരത്തിലേക്ക് കാര്യങ്ങളുണ്ടാവും. അത്തരത്തിൽ ഇപ്പോഴുണ്ടാക്കിയിരിക്കുന്ന ഈ നിയമ ഭേദഗതി ഒന്നടങ്കം മാറ്റണം എന്നൊരാവശ്യം ക്രിസ്ത്യ സഭകൾ മുന്നോട്ട് വയ്ക്കുന്നത്. കാരണം ഓരോ പ്രാവശ്യവും FCRAയുമായി ബന്ധപ്പെട്ട് ഭേദഗതികൾ കൊണ്ടുവരുന്നത് സഭയുടെ നടത്തിപ്പിൻ്റെ കാര്യങ്ങളിനപ്പുറത്തേക്ക് സഭയുമായി ബന്ധപ്പെട്ട് പാവപ്പെട്ട ആളുകൾക്കായി ചെയ്യുന്ന ആതുരാലയങ്ങൾ അല്ലെങ്കിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ആശുപത്രികൾ ഇങ്ങനെയുള്ളവയുടെ പ്രവർത്തനത്തെ വലിയ തോതിൽ ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. നമ്മുടെ സാംസ്കാരികമായ മേഖലയിലേക്ക് പോലും ഇത്തരത്തിലുള്ള നീക്കങ്ങൾ വലിയ വെല്ലുവിളിയായി മാറുന്നു എന്നുള്ളതാണ് പൊതുവെയുള്ള അഭിപ്രായം. മാത്രവുമല്ല NGOമാർക്ക് അല്ലെങ്കിൽ NGOകൾക്കും ഇത്തരത്തിൽ ഒരു വലിയ പ്രതിസന്ധിയുണ്ട്. ഈ സഭകളെ മാത്രമല്ല NGOകളും ഇത്തരത്തിൽ ഇന്ത്യയിലും ഒട്ടുമിക്ക സ്ഥലങ്ങളിലും പ്രവർത്തിക്കുന്നുണ്ട്. വിവിധ സംഘടനകളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഇവർക്കും ധനസഹായം സ്വീകരിക്കുന്ന കാര്യത്തിൽ ഒരു പ്രതിസന്ധി ഇപ്പോൾ നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ കേന്ദ്ര സർക്കാർ ഇതിന് മറുപടിയായി പറയുന്നത് എല്ലാ ആളുകളും ഇത്തരത്തിൽ കിട്ടുന്ന വിദേശ ഫണ്ടുകൾ ദുർവിനിയോഗം ചെയ്യുന്നില്ല അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾക്കായി ഉപയോഗിക്കുന്നില്ല. പക്ഷേ ചില സംഘടനകൾ ഇത്തരത്തിൽ കിട്ടുന്ന ഫണ്ടുകൾ വിനിയോഗിച്ചുകൊണ്ട് വലിയ തരത്തിലുള്ള ഭീകര പ്രവർത്തനങ്ങളും ഒപ്പം തന്നെ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളും നടത്തുന്നുണ്ട്. അതിന് തടയിടുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു ഭേദഗതി കൊണ്ടുവന്നിരിക്കുന്നത് എന്നാണ് അമിത്ഷാ ഉൾപ്പെടെയുള്ള ആളുകൾ അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പ് മന്ത്രി ഉൾപ്പെടെയുള്ളവർ പറയുന്നത്. അങ്ങനെയാണ് ഡി ബിനോയാണ് വിവരങ്ങൾ നൽകിയത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ മാധ്യമങ്ങളെ കാണുകയാണ് തത്സമയം.